ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സൺഡേ വ്ളോഗാണ്. ഇന്നൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. പിള്ളേരുടെ മ്യൂസിക് ക്ലാസ്സിൽ സ്കൂളൊക്കെ കൊണ്ടുവന്നാക്കാനുണ്ട്. അപ്പോൾ കാലത്ത് ഞാൻ ബിരിയാണിയാണ് വെച്ചത്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഉണ്ട്, അതൊക്കെ പോയി കണ്ടിട്ട് പോയോട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോസ്. സൺഡേ വ്ളോഗ് അല്ല കേട്ടോ, സാറ്റർഡേ വ്ളോഗാണ്. ആ തിക്കും തിരക്കിൻ്റെ ഇടയിൽ സൺഡേ ഏതാ സാറ്റർഡേ ഏതാന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അത്ര തിരക്കിലാണ് കേട്ടോ കൂടുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ പിള്ളേരെ ഇങ്ങനെ ഓരോ പ്രോഗ്രാംസിന് കൊണ്ട് നടക്കാന്ന് പറയുന്നത് ഭയങ്കര പണിയാണ്. അത് വീട്ടിൽ ആരെങ്കിലും ഉണ്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു പണിയല്ല. മാത്രമല്ല അന്നൊരു സാറ്റർഡേ ആയിരുന്നു. എൻ്റെ കണ്ണ് തുറക്കാൻ ഇച്ചിരി ലേറ്റായി പോയായിരുന്നു. കാരണം സാറ്റർഡേ സൺഡേ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വീക്കെൻഡ് മോഡിലാണ് കിടന്ന് ഉറങ്ങുന്നത്. അപ്പോൾ മൊത്തത്തിലൊരു ലേറ്റായ ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഒറ്റയടിക്ക് ഞാൻ ബിരിയാണി വെച്ചിട്ടാണ് ഇന്നത്തെ ഒരു ദിവസം പ്ലാൻ ചെയ്തത്. എന്ന് വെച്ചാൽ ബിരിയാണി ആകുമ്പോൾ കാലത്തും ഉച്ചയ്ക്കൊക്കെ കഴിയാം, ഡിന്നറിന് ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഡിന്നറിന് നോക്കിയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. പക്ഷെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരവും ബിരിയാണി തന്നെയാണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അതൊക്കെ ദിവസം തുടങ്ങിയേക്കണേ. അപ്പോൾ എൻ്റെ ഈ പ്രീതി സോഡിയാക്കിൻ്റെ ഈ ഒരു സവോള എന്നല്ല, എല്ലാതരം വെജിറ്റബിൾസ് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ ഉണ്ട്. അടിപൊളിയാണ് കേട്ടോ. നമുക്ക് സാധാരണ ഒരു ബിരിയാണി ഉണ്ടാക്കണതിനെ പറ്റി ആലോചിക്കും. എനിക്ക് ഇത് അരിയലാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. പക്ഷെ നമ്മൾ നന്നാക്കി ഇപ്പോൾ സവാളയൊക്കെ നന്നാക്കി അത് കഴുകി കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഒരേ വലുപ്പത്തിൽ നമുക്ക് സവാള അരിഞ്ഞ് കിട്ടും കേട്ടോ. നല്ലതല്ലേ അത്? എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഇപ്പം നമുക്ക് ക്യാബേജ് തോരനോ ബീട്രൂട്ട് അങ്ങനത്തെ ക്യാരറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതൊക്കെ കട്ട് ചെയ്ത് കിട്ടും കേട്ടോ. നിങ്ങളെ വല്ലവരൊക്കെ മിക്സി റീപ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രീതിയുടെ സോഡിയാക്ക് നല്ലതായിരിക്കും കേട്ടോ. അതിൽ നാളികേരം പിഴിയുന്ന ഒരു സംഭവം, അത് മാത്രമാണ് ഞാനത് അത്ര യൂസ് ചെയ്ത് നോക്കാത്തത്. പക്ഷെ ആട്ട കുഴയ്ക്കുന്നതൊക്കെ ഉണ്ട്, നമുക്ക് നല്ല യൂസ്ഫുള്ളാണ്. നമുക്കിപ്പോൾ കുറേ പേർക്കൊക്കെ ആട്ട കുഴയ്ക്കുമ്പോൾ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. എനിക്കൊക്കെ എൻ്റെ കൈ വല്ലാണ്ട് പ്രസ് ചെയ്യുമ്പോൾ എനിക്ക് കൈ ഭയങ്കരമായിട്ട് കഴിക്കാറുണ്ട് കേട്ടോ. പക്ഷേ അതിനൊക്കെ ഇത് യൂസ്ഫുള്ളാണേ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. നിങ്ങൾക്കൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു സജഷൻ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഞാൻ ദമ്മിട്ടിട്ടാണ് ചിക്കൻ ബിരിയാണി വെക്കുന്നത്. സത്യം പറഞ്ഞാൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ മാത്രം ചിക്കനൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഞാനൊരു കറി വെക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കുറേ ദിവസമായി ബിരിയാണിയൊക്കെ വെച്ചിട്ട്, അപ്പോൾ ഞാൻ കരുതി എന്നാൽ അത് വെക്കാം എന്ന് കരുതി കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ ആമീനെ വിളിച്ചിട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്, എനിക്കൊന്ന് ചോറ് ഊറ്റിത്തരുമോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ സാധാരണ ബിരിയാണിയുടെ പണികളൊക്കെ ചെയ്തു. സാധാരണത്തേക്കാളും പതിവായിട്ട് ചെറുതായിട്ടൊരു പൈനാപ്പിൾ എസൻസ് കൂടിപ്പോയി. പക്ഷേ എനിക്ക് പൈനാപ്പിളിൻ്റെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് എനിക്കതൊരു ബുദ്ധിമുട്ടായി തോന്നിയില്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി ഇത്തിരി എസൻസ് കൂടുതലായിരുന്നു കേട്ടോ. ഞാൻ അല്ലെങ്കിൽ പൈനാപ്പിളിൽ നമ്മൾ കട്ട് ചെയ്തൊക്കെ ഇടാറുണ്ട്. കാരണം മുന്നേ പ്ലാൻ ചെയ്ത് ബിരിയാണി വെപ്പല്ല അത്. അതുകൊണ്ട് തന്നെ എനിക്ക് അതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിള്ളേരെ വിട്ടിട്ടാണ് ഞാൻ മല്ലിയില തന്നെ വാങ്ങിപ്പിച്ചത്. അങ്ങനെ കണ്ട നല്ല ചന്തലി കാണാൻ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഇച്ചിരി ഫ്ലേവർ കൂടിപ്പോയെന്ന് മാത്രം. അത് കുഴപ്പമൊന്നുമില്ല, വീട്ടിലുണ്ടാക്കണ ബിരിയാണി കുറച്ച് കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ പിള്ളേർ അബ്ജെക്റ്റൊന്നും പറഞ്ഞില്ല കേട്ടോ. ആമിയുടെ ഫ്രണ്ട്സ് അവിടെ നിന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. ശരിയായിരിക്കാം, എനിക്ക് പക്ഷെ അത് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാണാൻ നല്ല ചന്ത ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്തു, പിള്ളേരെ പാത്രത്തിലൊക്കെ ആക്കിയിട്ടോ. ആമിക്ക് ഇങ്ങനത്തെ ഐറ്റംസ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആമി പറയും അമ്മ എനിക്ക് ആ പാത്രത്തിൽ നിറച്ച് വെച്ചെന്നോളൂ എന്ന്. അപ്പോൾ ആദിക്ക് ബിരിയാണി കൊടുത്തു. അപ്പോൾ അവനൊക്കെ ആദ്യം മ്യൂസിക് ക്ലാസ്സിന് റീജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവനെ കൊണ്ടുവന്നാക്കണം. കഴിക്കാനായിട്ട് ഇന്നലെ ഞാനൊരു കൊള്ളിയുടെ സ്റ്റൂ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് ബാക്കിയുണ്ട്. അപ്പം ഞാൻ അതൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കും. ഇവർക്ക് ഇന്ന് കാലത്ത് വൈകുന്നേരം ഉച്ചയ്ക്കൊക്കെ ബിരിയാണിയാണ്. ആ പാത്രം നിറച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. സ്പൂണ് വെക്കണില്ല കേട്ടാ. ഇന്നത്തെ പണി കഴിഞ്ഞു. അവളുടെ ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യാണ്ടെന്ന് കുറേ പണികളുണ്ട്. പ്ലസ് ഇട്ട ചീത്ത വെക്കോ? അങ്ങനെ നേരെ ഞാൻ പോയത് ആദീനെ പാട്ട് ക്ലാസ്സിലാക്കാനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഞാൻ നേരെ ആമീനെ ആക്കാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ അവിടെ DCLയുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ കുറേ പിള്ളേരുണ്ടായിരുന്നു. ഇവരുടെ പ്രാക്ടീസ് 10 മണിക്കൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ലേറ്റായിട്ട് തന്നെ തുടങ്ങിയേക്കുന്നത്. ഞാനാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. എനിക്ക് അതിന് കഴിക്കാനായിട്ട് സമയം ഉണ്ടായിരുന്നില്ല. ധൃതി പിടിച്ചിട്ടാണ് പോയത് കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ ആമീനെ അവിടെ ആക്കിയിട്ട് ഞാൻ കുറച്ച് അവിടെ നിന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ 11:45 ആകുമ്പോൾ ആദ്യയുടെ മ്യൂസിക് ക്ലാസ് കഴിയും. 11:45 12 മണിയാകുമ്പോൾ കഴിയും. ഞാനിനി വീണ്ടും വീട്ടിൽ വന്ന് തിരിച്ചു പോകണ്ടേ എന്നുള്ള ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നേരെ മ്യൂസിക് ക്ലാസ്സിൽ പോയി കേട്ടോ. കാരണം കഴിഞ്ഞ് ഞാൻ അവനെയും കൂടി വിളിച്ചിട്ട് വരാം, പിന്നെ ഞാൻ വീണ്ടും അല്ലെങ്കിൽ പോകണ്ടേ.
ടീച്ചറെ കാലം ഇന്ന് ആദ്യ കൊറേ നാൾക്ക് ശേഷം ഇപ്പോഴും വൈഷ്ണവിന്റെ കാലടിച്ചിട്ടുണ്ട്. അപ്പൊ നവഗ്രഹങ്ങളുടെ അമ്പലം ഇവരുടെ മ്യൂസിക് ക്ലാസ്സിന് തൊട്ടടുത്ത് തന്നെ ഇത് ഓരോ കോമ്പൗണ്ട് തന്നെയാണ്. അപ്പൊ അവിടെ നിന്ന് പായസം കിട്ടും. ചില ദിവസങ്ങളിൽ പാൽപ്പായസവും ശർക്കര പായസം ഒക്കെ കിട്ടാറുണ്ട് കേട്ടോ. പിള്ളേർ കഴിച്ച കഥയൊക്കെ പറയാറുണ്ട്. ഞങ്ങൾ ആ സമയത്ത് പോയോണ്ട് ഞങ്ങൾ പായസമൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പായസം. അല്ലെങ്കിൽ അമ്പലങ്ങളിൽ നിന്ന് കിട്ടുന്ന പായസത്തിന് ഒരു പ്രത്യേക രുചി തന്നെയല്ലേ. അത് നമ്മൾ എന്തോരം വീട്ടിലുണ്ടാക്കിയാലും കിട്ടില്ല. അപ്പൊ ഇനി നമുക്ക് വേറൊരു ദിവസത്തെ വ്ളോഗിലോട്ട് പോവാം കേട്ടോ. അന്നത്തെ ദിവസം ഞാൻ അത്രേ എടുത്തോളൂ. കാരണം പിന്നെ എൻ്റെ അന്നത്തെ ദിവസം വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നവരാത്രിയുടെ ഭാഗമായിട്ടേ നമ്മുടെ നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ ആമി പഠിക്കുന്ന ചിന്മയിലത്തെ സ്റ്റുഡൻസിൻ്റെ കച്ചേരികളുണ്ടായിരുന്നു. ഒരു പ്രത്യേക വൈബ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങോട്ട് പോകാൻ. അപ്പോൾ ആ ദിവസം ഞാനെടുത്ത വ്ളോഗിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. കാരണം ഇത് ഒറ്റ വ്ളോഗിനുള്ളൊരു കണ്ടന്റ് ഇല്ല താനും. എന്നാൽ എനിക്ക് മിസ് ചെയ്ത് കളയാനും തോന്നാത്തൊരു വീഡിയോ ആണ്. അപ്പം ഞാനിതിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ കുഞ്ഞിയുടെയും മാമിയുടെയും ഒക്കെ കച്ചേരി ഇതിൽ വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും മിസ് ചെയ്യാണ്ട് കാണണേ. അപ്പോൾ ആദ്യം കച്ചേരിക്കൊക്കെ വരുമ്പോൾ ഞങ്ങളിങ്ങനെ വരുമ്പോൾ പട്ടുപാവാട ഇടൽ മാത്രമായിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. അപ്പോൾ പൂ വെക്കണതിനെ പറ്റി ഞങ്ങൾ അങ്ങനെ കോൺഷ്യസ് ആയിരുന്നില്ല. ഇപ്പോൾ ഒക്കെ എല്ലാ വർഷവും ഞങ്ങൾ ആറന്മാറിയത് പൂവൊക്കെ മേടിച്ച് തലയിൽ വെച്ചിട്ടാണ് കേട്ടോ പോവുക. ഇപ്പം പിന്നെ മുല്ലപ്പൂന്നൊന്നല്ലല്ലോ, മാച്ചിന് ഏതാണ് പൂവെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് കേട്ടോ വാങ്ങിച്ച് തലയിൽ വെച്ചത്. അപ്പോൾ അരളിയും തുളസിയും വെച്ച് കെട്ടിയിട്ടുള്ള പൂവാണ് വാങ്ങിച്ചത്. ആമയ്ക്ക് ഇത്രയും മുടത്തിൽ പറയുമ്പോൾ കുറച്ചുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് കുറേ ഉണ്ടായിരുന്നു. എന്നിട്ട് കുഞ്ഞിടിയും മിന്നുവിൻ്റെ എല്ലാവരും തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അഞ്ചു ചേച്ചിയുടെയും ഉണ്ടായിരുന്നു. പക്ഷെ അഞ്ചു ചേച്ചി നെക്സ്റ്റ് ടൈമാണ് ചേച്ചി കയറുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചേച്ചി കയറിയില്ല കേട്ടോ. അപ്പോൾ അതേ ചിടുങ്ങാമണികൾ കണ്ടു നിൽക്കുന്നത്. അയ്യോ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഡ്രസ്സ് ധാവണി കൊടുത്ത് നിൽക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഇവരെ കാണാൻ. ഏറ്റവും ക്യൂട്ടായിട്ടുണ്ടായിരുന്നു ഇവരുടെ പെർഫോമൻസ് തന്നെയാണ് കേട്ടോ. കുഞ്ഞാണെങ്കിൽ കുഞ്ഞിക്ക് മൈക്കിനോടൊക്കെ ഒരു പ്രത്യേക ഹര. ഫ്രണ്ടിൽ തന്നെ ആൾ കയറിയിരുന്നായിരുന്നു കേട്ടോ. എൻ്റെ അടുത്ത് ആരും ചെക്ക് ചെയ്യാനൊന്നുമില്ല. ഞാൻ സെൻറ്ററിൽ തന്നെ വന്നിരുന്നു. അവൾ ഫസ്റ്റ് പ്ലേസ് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതേ ഓരോരുത്തരൊക്കെ ആയിട്ടിരുന്നു. ചിലവരൊക്കെ ബാക്കിലോട്ടാണ് നേരെ പോകുന്നത്. പക്ഷെ കുഞ്ഞി അങ്ങനെയല്ല. ഞങ്ങൾക്ക് മെയിനായിട്ടുള്ള സ്ഥലങ്ങൾ എവിടെ അവിടെ ഞങ്ങൾ വന്ന് പെടുള്ളൂ കേട്ടോ. എന്നിട്ട് മൈക്കൊക്കെ വെച്ചപ്പോൾ ആൾ മൈക്കിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നേരെ ഇരുന്ന് നിരങ്ങി പോകുന്നുണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ ഡ്രസ്സ് കണ്ടു. ഷഞ്ജുന തയ്ച്ചതാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അവരൊരു കസിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഷഞ്ജുന ഒരേപോലെ മിന്നുവിനും കുഞ്ഞിക്കൊക്കെ ഒരേപോലെ സ്റ്റിച്ച് ചെയ്തതാണ്. തലയിലിരിക്കുന്ന പൂ കണ്ടോ, ആമി വെച്ച് കൊടുത്തുള്ളതാണ് കേട്ടോ.
സെൻറ്ററിൽ നിൽക്കുന്നതാണ് കേട്ടോ ആമിയുടെ മ്യൂസിക് ടീച്ചർ സന്ധ്യ ടീച്ചർ. അപ്പോൾ സന്ധ്യ ടീച്ചറിൻ്റെ സ്റ്റുഡൻസ് ആണ്. ടീച്ചർ എപ്പോഴും അമ്മക്കിളികൾ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു ഗ്രൂപ്പിനെ മെൻഷൻ ചെയ്യാറ്. അപ്പോൾ ഒരുപാട് എന്താ പറയുക, ആദ്യ നല്ല കാലത്തൊന്നും നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാണ്ട് ആഗ്രഹം ഉള്ളിൽ ഒതുക്കിയിരിക്കുന്ന ഒരുപാട് ആൾക്കാർ, ഒരുപാട് അമ്മമാർ അവിടെ പഠിക്കാൻ വരുന്നുണ്ട്. പിന്നെ അവിടെ ചിന്മയിൽ എന്ന് പറയുമ്പോൾ ഒരുവിധ എല്ലാ ഇൻസ്ട്രുമെൻസിൻ്റെയും പ്രാക്ടീസ് ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ക്ലാസിക്കൽ സംബന്ധമായിട്ടുള്ള ഇൻസ്ട്രുമെൻസിൻ്റെ അങ്ങനെയാ പറയാമെന്ന് എനിക്ക് തോന്നുന്നു. വയലിൻ, മൃദംഗം, പിന്നെ ഫ്ലൂട്ട് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ എല്ലാത്തിൻ്റെയും കോച്ചിങ് അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ കച്ചേരികൾ അവിടെ ഉണ്ടായിരുന്നു. ഫ്ലൂട്ടൊക്കെ ചെറിയ പിള്ളേരൊന്നും ഞാൻ കണ്ടില്ല, ഇവർ അങ്ങനെ അച്ഛന്മാരാണ് കേട്ടോ പെർഫോമൻസ് ചെയ്യാനുണ്ടായിരുന്നത്.
അങ്ങനെ ആമിയുടെ കച്ചേരിയും കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുന്ന് പോന്നു കേട്ടോ. കാരണം അവിടെ ഇനിയും പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ആരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഡിന്നർ. പിന്നെ പുസ്തകം പൂജ വയ്ക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ എല്ലാവരും പച്ചക്കറി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അച്ഛൻ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരുപ്പതി പോവായിരുന്നു. അപ്പോൾ അച്ഛനും വെജായിരുന്നു. ഞങ്ങളെല്ലാവരും വെജ് റെസ്റ്റോറൻറ്റിലേക്ക് എവിടേക്കെങ്കിലും ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ വെജ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതൊക്കെയാണ് നമ്മുടെ മെയിൻലി നമുക്ക് തൃശ്ശൂർ ടൗണിൽ ഓർമ്മ വരാമല്ലോ. പക്ഷെ ഇപ്പോൾ തൃശ്ശൂരൊക്കെ നവരാത്രികളുടെ ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രോഗ്രാംസ് അമ്പലങ്ങളിലും നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് പല വ്ളോഗിൽ ഞാൻ പറയാറുണ്ട്, ഇപ്പോൾ തൃശ്ശൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആഘോഷങ്ങളൊക്കെ കൂടി വരാം. അപ്പോൾ ഭാരതിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഫുഡ് കഴിച്ച് വരാൻ പറ്റില്ല. പിന്നെ ഞങ്ങളുടെ മനസ്സിലേക്ക് നേരെ വെജ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ് ഓടി വരുമ്പോൾ സില്ലിയാടി ജിനിലിൻ്റെയും സിദ്ധിശ്രീ വിനായകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അവിടുത്തെ ചില ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സനുവിന് ഷഞ്ജിനേനൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ അങ്ങോട്ടാണ് പോയത്. ഷഞ്ജിനൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ സനു അങ്ങോട്ട് പോയിട്ടില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ട് വിട്ടു. അപ്പോൾ പിള്ളേരും ഞങ്ങളുടെ കൂടെയാണ് കേട്ടോ വന്നത്. അച്ഛനമ്മയൊക്കെ പൊക്കോന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങളുടെ വണ്ടിയിലാണ് കേട്ടോ പോയത്. അങ്ങനെ അവിടെ എത്തി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തില്ല. ഫുഡ് വന്നതോട് കൂടെ ഞങ്ങളെല്ലാവരും വേഗം ഫുഡ് കഴിക്കാനിരുന്നു. അതങ്ങനെയാണല്ലോ, ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ അതുവരെയുള്ള വീഡിയോ എടുക്കും, പക്ഷേ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നു പോകും. സ്വാഭാവികം, വിശന്നിരിക്കുമ്പോൾ അതൊന്നും എടുക്കാൻ നമ്മൾ ഓർക്കില്ല ഗൈസ്. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ടാണോ. ചില്ലി പൊറോട്ട പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇത്തിരി സമയം എടുക്കും. കാരണം അത് പൊറോട്ടയൊക്കെ ആക്കി വരുമ്പോൾ സമയം എടുക്കുമല്ലോ, അവരത് പറയുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിൽ 2 ദിവസത്തെ ക്ലബ് ചെയ്തൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം കേട്ടോ. ഇപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.